ഹായ്, വെബ് ഡെവലപ്മെന്റ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ മുതൽ നമ്മൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ HTML CSS ഒക്കെ ഉപയോഗിച്ചിട്ടൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വളരെ സിമ്പിൾ വെബ്സൈറ്റാണ്. അപ്പോൾ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അറിയാത്ത, നോളജ് ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും പഠിക്കാൻ പറ്റുന്ന തരത്തിൽ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ സീരീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ സീരീസ് ഒരിക്കലും മിസ്സാക്കരുത്. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സീരീസ് ഒരിക്കലും നിങ്ങൾ കണ്ടുപോകരുത്, മറിച്ച് ഈ സീരീസിൻ്റെ കൂടെ ചെയ്ത് തന്നെ പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഈ സീരീസിലെ ഓരോ വീഡിയോസ് നിങ്ങൾ 3 പ്രാവശ്യം കാണുക. ആദ്യത്തെ തവണ നിങ്ങൾ കണ്ടുകൊണ്ടൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. രണ്ടാമത്തെ തവണ നിങ്ങൾ ആ വീഡിയോ കാണുക, നോട്ട്സ് റെഫർ ചെയ്യുകയും അത് ചെയ്ത് നോക്കുകയും ചെയ്യുക. മൂന്നാമത്തെ തവണ നിങ്ങൾ കാണാതെ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ വരുന്ന എറേഴ്സ് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും നിങ്ങൾക്കത് മറക്കാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സീരീസിലെ ഓരോ വീഡിയോയും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ്, സൺഡേ ഒഴിച്ചുള്ള ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഏകദേശം ഒരു 48 മണിക്കൂറിന് ടൈം തരികയും അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇനഫ് ടൈം കിട്ടുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ്. സോ ഒരിക്കലും ഈ സീരീസ് മിസ് ചെയ്യരുത്. ഈ സെഷനിൽ നിങ്ങളുടെ മെൻറ്റർ മുഹമ്മദ് സുഹൈലായിരിക്കും. അദ്ദേഹം ഇവിടെ മേൺ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ ഈ സെഷനെ കുറിച്ചുള്ളതും ഈ ട്യൂട്ടോറിയലിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. I'm സാഹിർ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രോഗ്രാമിംഗ്, ടെക്നോളജി, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോകളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ ഗോൾ തന്നെ ഒരു ഫ്രഷറിനും ടെക് കരിയർ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളും ആ കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളും യൂസ്ഫുള്ളും ആയിരിക്കും ഈ ചാനൽ. സോ വൺസ് അഗൈൻ, I'm സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ഡിജിറ്റൽ ലേണിംഗ്. സോ ഇനി നമുക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ദ കോഡ് മാഗസിൻ. ഒരു സിമ്പിൾ വെബ്സൈറ്റ് ആണ്. HTML CSS മാത്രം യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. HTMLൻ്റെയും CSSൻ്റെയും ഫണ്ടമെൻറ്റൽസ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാം. ആദ്യം നമുക്ക് HTML യൂസ് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ടായിരിക്കും നമ്മൾ CSS ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റൈലിംഗ് ഒന്നും ഇല്ലാതെ ഇതുപോലൊരു ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സോ സ്റ്റൈലിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് ആദ്യം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം, HTML മാത്രം യൂസ് ചെയ്ത്. സോ ഇനി നമുക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമുക്കൊരു പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഡെസ്ക്ടോപ്പിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇനി VS കോഡ് ഓപ്പൺ ചെയ്യാം. ഇനി VS കോഡിനകത്ത് ഈ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫോൾഡറിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ആ ഒരു ടാബിനകത്ത് കോഡ് മാഗസിൻ എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി. അല്ലാന്നുണ്ടെങ്കിൽ ഫയൽ ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫയലിനെ സെലക്ട് ചെയ്യാം. ഇനി ഈ ഫോൾഡറിനകത്ത് നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോൾഡറിൻ്റെ നെയിം കൊടുക്കുന്നതിന് സൈഡിലായിട്ട് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്കണുമുണ്ട്. അതുപോലെ തന്നെ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്കണുണ്ട്. നമുക്കിവിടെ ഒരു ന്യൂ ഫയലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് index.html തന്നെ ഈ ഒരു ഫയലിനെ നെയിം ചെയ്യാം. then hit enter. എല്ലാ വെബ്സൈറ്റിൻ്റെയും മെയിൻ പേജിൻ്റെ നെയിം എന്ന് പറയുന്നത് index.html ആയിരിക്കും. അതൊരു കോമൺ കൺവെൻഷനാണ്. അതുകൊണ്ടാണ് ഞാനും ഇവിടെ index.html എന്ന് നെയിം ചെയ്തത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്കൊരു ബേസിക് HTML സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. സോ എക്സ്ക്ലമേറ്ററി മാർക്ക് then hit enter. ഒന്നുകൂടെ ഞാൻ ഈ ഒരു ബേസിക് സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം ഈ ഡോക് ടൈപ്പ് HTML എന്ന് കൊടുക്കുന്നത് ഇതൊരു HTMLൻ്റെ ലേറ്റസ്റ്റ് വെർഷനായ HTML5 ഡോക്യുമെൻ്റ് ആണെന്ന് ബ്രൗസറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആദ്യം ഡോക് ടൈപ്പ് HTML എന്ന് കൊടുക്കുന്നത്. ഈ എല്ലാ HTML ഡോക്യുമെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ടാഗിലാണ്. നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ കണ്ടൻറ്റും നമ്മൾ ഈ ഒരു HTML ടാഗിനകത്താണ് റാപ്പ് ചെയ്യുന്നത്. ഇനി HTML ടാഗിനകത്ത് വരുന്ന 2 മെയിൻ ടാഗാണ്, ഒന്ന് ഹെഡും ബോഡിയും. നമ്മുടെ HTML ഫയലിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഒരു ഹെഡ് ടാഗിനകത്തായിരിക്കും എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പേജ് ടൈറ്റിൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ CSS ഫയൽ നമ്മുടെ HTML ഫയലായിട്ട് ലിങ്ക് ചെയ്യുന്നതും, അങ്ങനെ നമ്മുടെ ഈ ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഹെഡ് ടാഗിനകത്തായിട്ടായിരിക്കും റാപ്പ് ചെയ്യുന്നത്.
ഇനി നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ആവുന്ന കണ്ടൻറ്റിന് നമ്മൾ ബോഡി ടാഗിനകത്താണ് എഴുതുന്നത്. ഞാനിവിടെ content.txt എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫയലിനകത്ത് നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാ ടെക്സ്റ്റും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഈ ഒരു ഫയലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. സോ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത്, ഞാൻ റെഫറൻസിനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് നമുക്കിപ്പോൾ ആവശ്യമില്ല, സോ ക്ലോസ് ചെയ്തു. സോ ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യമുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹെഡിങ് ആണ്. സോ ഒരു ഹെഡിങ് HTML ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് h1 ടാഗാണ്. സോ ആദ്യം നമുക്ക് h1 ടാഗ് ഓപ്പൺ ചെയ്യാം. VS Code ഓട്ടോമാറ്റിക്കലി ഈ ഒരു h1 ടാഗിനെ ക്ലോസ് ചെയ്തു. ഇനി ഈ ഒരു h1 ടാഗിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗിനകത്താണ് നമുക്ക് കണ്ടൻറ്റ് റാപ്പ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഇത് കോഡ് മാഗസിൻ എന്നുള്ള ആ ഒരു ടെക്സ്റ്റിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് h1 ടാഗിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ബ്രൗസറിൽ ഈ ഒരു വെബ്സൈറ്റിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഹെഡിങ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി HTML 6 ലെവൽസ് ഓഫ് ഹെഡിങ്സ് ഉണ്ട്, നമുക്കതൊക്കെ ഒന്ന് നോക്കാം. സോ h2 ടാഗ് ഉണ്ട്. സോ ഇതാണ് 6 ലെവൽസ് ഓഫ് ഹെഡിങ്സ് h1 to h6. ഇതിൽ h1 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഹെഡിങ് എന്ന് പറയുന്നത്. സോ നമ്മുടെ വെബ്സൈറ്റിലെ മെയിൻ ഹെഡിങ് എല്ലാം നമ്മൾ എപ്പോഴും h1 ടാഗിനകത്തായിരിക്കും കൊടുക്കുന്നത്. ഇനി അതിനൊരു സബ് ഹെഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ h2 ടാഗിനകത്ത് കൊടുക്കും. അതുപോലെ 6 ലെവൽസ് ഉണ്ട്. ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നത് h6 ടാഗിനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ തന്നെ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റിയും ലോവസ്റ്റ് പ്രയോറിറ്റിയും ഏത് ഹെഡിങ്ങിനാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ നമ്മുടെ വെബ്സൈറ്റിൽ ഇത്രയും ലൈൻ ഓഫ് കോഡ് നമുക്ക് ആവശ്യമില്ല. സോ ഞാനതിന് കമൻറ്റ് ചെയ്യാം. VS കോഡിൽ കമൻറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ / അടിക്കുമ്പോൾ കമൻറ്റായി. ഇനി അൺകമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ലൈൻ ഓഫ് കോഡിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ/ കൊടുത്താൽ മതി. സോ നമുക്കിതിനെ കമൻറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സബ് ഹെഡിങ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ h2 ടാഗ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്ന ഹെഡിങ് എന്ന് പറയുന്നത് വാട്ട് ഈസ് HTML ആണ്. സോ നമുക്കൊരു h3 ടാഗിനകത്ത് അതിനെ റാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വൈ ഷുഡ് യു ലേൺ HTML, അത് നമുക്ക് h3 ടാഗിനകത്ത് തന്നെ റാപ്പ് ചെയ്യാം. സോ വീണ്ടും ഒരു h3 ടാഗാണ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനകത്തോട്ട് വൈ ഷുഡ് യു ലേൺ HTML ഔട്ട്പുട്ട് നോക്കാം.